this morning, I request your attention to 1 Samuel chapter 14. അവൻ ഇന്ന് പ്രഭാതത്തിൽ ശമൂവേലിന്റെ പുസ്തകം 14-ാം അധ്യായത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ തിരിക്കും. There are some portions that I already meditated and I preached last week, and I was planning to move forward, but the Holy Spirit asked me to come back to some of the things. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത് ഞാൻ നിങ്ങളോട് പലതും 14-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ പ്രകാരം വീണ്ടും ഇതിനകത്തേക്ക് തന്നെ നമ്മളെ ശ്രദ്ധയെ തിരിക്കുന്നു. I do not like to repeat things, but sometimes the Holy Spirit asks me to go back to the same portion. I trust that God has a purpose for it. വീണ്ടും ഒരു തുടർച്ച വീണ്ടും പറയുന്നത് എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ആ അധ്യായത്തിലേക്ക് എന്റെ ശ്രദ്ധയെ തിരിക്കുന്നു. We already read that I cannot bring all the context to it because of the time, but chapter 14 verse 6 we already read, and I'm going to read again. This is Jonathan said to the young man who bore his armor, "Come, let us go over to the garrison of this uncircumcised. It may be that the Lord will work for us." Next sentence. For nothing restrains the Lord from saving by many or by few. ആറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. The word says that it is not difficult for God. That's what the Malayalam, but the true translation of that is, in any English translation you take, it says nothing refrains the Lord. ദൈവത്തിൽ നിന്ന് ഒന്നും അസാധ്യമല്ല, ഒന്നും ദൈവത്തെ തടുക്കുന്നില്ല എന്ന് ഏതൊരു ട്രാൻസ്ലേഷൻ നോക്കിയാലും നമുക്ക് അറിയാൻ കഴിയും. Nothing stops God. ഒന്നുപോലും ദൈവത്തെ തടുക്കുവാൻ ഇല്ലെന്ന് നമുക്ക് കാണുന്നുണ്ട്. And this morning, if that is true, ഈ പ്രഭാതത്തിൽ അതൊരു സത്യമായി മാറുവാണ്. Nothing refrains God touching me. എന്നെ ഒന്ന് തൊടുന്നതിൽ നിന്ന് ദൈവത്തെ തടുക്കുവാൻ ഒന്നുമില്ല. Nothing refrains God to healing me. എന്നെ ഒന്ന് സൗഖ്യപ്പെടുത്തുവാൻ തടസ്സമായിട്ട് ദൈവത്തിന് Nothing refrains God to delivering me. എന്നെ ഒന്ന് വിടുവിച്ചെടുക്കുവാൻ തടസ്സമായി ദൈവത്തിന് മുമ്പിൽ. Nothing stops God from answering my prayer. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ തടസ്സമായിട്ട് ഒന്നും ദൈവത്തിന് മുമ്പാകെ. Nothing stops God from baptizing me with the Holy Spirit of God. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ Nothing stops God from fulfilling the promises that He has given to me. എന്റെ മുമ്പിലുള്ള വാഗ്ദത്ത നിവർത്തീകരണത്തിനായിട്ട് തടസ്സമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമില്ല. If we can just simply trust that portion alone. ആമേൻ. ആ ഒരു ഭാഗം തന്നെ മൊത്തമായി നിങ്ങൾക്കൊന്ന് വിശ്വസിച്ചെടുക്കുവാണെങ്കിൽ, nothing stops God doing certain things in my life. എന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം തടസ്സമായിട്ട് ഒന്നുമില്ല എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ. And Jonathan says that the next thing, most of the time we worry about how God is going to do, but the answer is that He can do with a many or few. ആമേൻ. ദൈവം എന്റെ മുമ്പിലുള്ള പ്രവൃത്തികൾ എങ്ങനെ നിവർത്തീകരിക്കുമെന്ന് നമ്മൾ വിഷമത്തോടായിരിക്കുമ്പോൾ, എന്നാലോ അല്പം കൊണ്ടോ അധികം കൊണ്ടോ ദൈവത്തിന് ദൈവം പ്രവർത്തിക്കുമെന്ന് നമ്മൾ ആ ഭാഗത്തിൽ നിന്ന് വായിക്കുന്നു. God is not limited by our resources at all. നമ്മുടെ ഉറവിടങ്ങൾ കൊണ്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. God is not going to be doing things based on the proportion of things what we have in our hand. നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്നതിനെ നോക്കിയൊന്ന് മാത്രമല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. 2 Kings chapter 4 we see something like this. രണ്ട് രാജാക്കന്മാർ എഴുതിയ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, there is a woman coming to Elisha and said like this. എലീശയുടെ അടുത്തേക്ക് വന്ന ഒരു വിധവ വന്നിട്ട് ഇങ്ങനെ പറയുന്നു, oh, my husband was a prophet, a servant of God, he died. പ്രവാചക ശിഷ്യഗണത്തിലായിരുന്ന എന്റെ ഭർത്താവ് മരിച്ചുപോയി. And now the debtors are coming to take my 2 sons. എന്റെ കുഞ്ഞുങ്ങളെ എടുക്കുവാൻ തക്കവണ്ണം കടക്കാരൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. And I have nothing with me. എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. Elisha asked, what do you have? എന്താണ് നിന്റെ
കയ്യിലുള്ളതെന്ന് എലീശ അവളോട് Then ചോദിക്കുന്നു. she quickly thought about it. ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവളുടെ ചിന്തയിലേക്ക് കടന്നു വന്നത്, Oh, I have a little bit of oil, a jar of oil in my ഒരു house. ഭരണിയിൽ ചില തൈലം മാത്രം, ഒരു ഓയിൽ മാത്രം എന്റെ ഉള്ളെന്ന് പറയുന്നു. And the prophet said, go and borrow from all neighbors. അതിന്റെ അയൽക്കാരോട് നിന്ന് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കടമെടുക്കുക എന്ന് പറയുന്നു. And go into the house and begin to pour the little you have. നിന്റെ കയ്യിൽ ഉള്ളതിനെ ആ ഭരണിയിൽ എല്ലാ ഭരണികളിലും നിറയ്ക്കുവാൻ പറയുന്നു. And she obeyed and she went and borrowed all the vessels. പറഞ്ഞത് കേട്ട് അത് അനുസരണയോടെ അവൾ അതെല്ലാം ചെയ്തെടുക്കുന്നു. Amen. Then she began to she closed the door and began to pour. അവൾ അവളുടെ കടച്ചിട്ട് അതിന്റെ മുകളിലേക്ക് അതിനകത്തേക്ക് pour ചെയ്യാൻ The തുടങ്ങുന്നു. little oil is keep coming and keep coming. ഒരു ചെറിയ ഓയിലിൽ നിന്ന് അതിനകത്തേക്ക് കടന്നു വന്നത് എല്ലാം അതിനകത്ത് നിറയ്ക്കുന്നു. Until no more vessels. ഒരു പാത്രം പോലും അവശേഷിക്കാതെ. You know the story. ഈ കഥകൾ, ഈ സംഭവം നിങ്ങൾക്ക് But അറിയാവുന്നതാണ്. what is God's Holy Spirit is trying to tell you this ഇന്ന് morning? പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്താണ് പറയുവാൻ It ആഗ്രഹിക്കുന്നത്? doesn't matter what you have in your hand. നിന്റെ ജീവിതത്തിൽ നിന്റെ കയ്യിൽ എന്തുണ്ടെന്നുള്ള കാര്യമല്ല. It doesn't matter what you don't have in your hand. നിന്റെ കയ്യിൽ എന്തില്ല എന്നുള്ളതിന് കാര്യമില്ല. But the very little that God you have. എന്താണ് അല്പത്തിൽ എന്താണ് നിന്റെ കയ്യിലുള്ളത്? Oh, he is able to do with a miracle with that ആ one. അല്പത്തിൽ നിന്ന് ചില അത്ഭുതങ്ങൾ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ പോവുകയാണ്. My God is not limited with the resources. നിന്റെ ഉറവിടങ്ങളെ, ചെറുതായിട്ട് ഉറവിടങ്ങളെ മാത്രം ഒരുക്കുന്ന ദൈവമല്ല. Amen. He is willing to do with what you have. നിന്റെ കയ്യിൽ എന്തുണ്ടോ അതിൽ നിന്ന് പ്രവർത്തിക്കാൻ പോകുന്ന ദൈവമാണ് The നമ്മുടെ ദൈവം. little strength you have. നിന്റെ ചെറിയ സ്ട്രെങ്തിൽ നിന്ന്, The little anointing you have. ചെറിയ അഭിഷേകത്തിൽ നിന്ന്, Amen. God is going to use it. അതിൽ നിന്ന് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. Hallelujah. God is not limited by that. ആമേൻ. ഒന്നിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. Oh, we need to change the mindset of Philip because God asked, what do you have? Jesus asked, what do you have? Philip said, I have only 5 loaves and 2 fishes. അഞ്ചപ്പവും രണ്ട് മീനും മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് ഫിലിപ്പോസ് ഇങ്ങനെ മറുപടി യേശുക്രിസ്തുവിനോട് പറയുമ്പോൾ, But Jesus said, that's sufficient. അത് മതിയെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. Amen. What you have in your hand, you probably worried about what am I going to do with this. എന്റെ കയ്യിൽ അല്പം മാത്രമേ ഉള്ളൂ എന്നൊരു ഭാരത്തോടു കൂടി ആയിരിക്കും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. Oh, this morning I want to say that God is so faithful and He can do wonderful things. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിന് ദൈവം അതിൽ നിന്ന് ചെയ്തെടുക്കുവാൻ തക്കതിനാണെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. Remember the situation. ഈ സാഹചര്യങ്ങളെ നിങ്ങൾ ഒന്ന് ഓർത്തെടുത്തേ. Israel was at the weakest point. ബലഹീനമായി നിൽക്കുന്ന ഒരു ഇസ്രായേൽ ജനം, They don't have an army. ഒരു സൈന്യ സമൂഹം, They don't have weapons in their hand. ആയുധങ്ങൾ കയ്യിലില്ലാത്ത The enemy has 6,000 chariots. 6000 രഥങ്ങളെ കൊണ്ട് So നിറഞ്ഞിരിക്കുന്നു. 3,000 chariots and 6,000 horsemen. 3000 രഥങ്ങൾ 6000 കുതിരച്ചേവകരുമായിരുന്നു. And the soldiers like the sand of the seashore. കടൽക്കരയിലെ മണൽത്തരി പോലെ സൈന്യങ്ങൾ അവരുടെ മുമ്പാകെ നിറഞ്ഞിരിക്കുന്നു. And here the 2 people are going against that അവരുടെ one. മുമ്പാകെയാണ് ഈ രണ്ട് ആൾക്കാർ മുമ്പോട്ട് One പോകുന്നത്. person trusting in the Lord. അതിലൊരുവനാണ് യഹോവയെ ആശ്രയിച്ചു നിൽക്കുന്നത്. Amen. He has a faith that is it is an unshakable faith. പിടിച്ചു കുലുക്കാനാവാത്ത ഒരു വിശ്വാസത്തോടെ അവൻ He കടന്നു was പോകുന്നു. not looking at the size of the army, മുമ്പിൽ നിൽക്കുന്ന പടക്കൂട്ടത്തെ നോക്കി അവൻ പാറപ്പെടുന്നില്ല. but he only knows that his God is able to do. തന്റെ ദൈവ സർവശക്തനായ ദൈവം ചെയ്തെടുക്കുവാൻ ശക്തനാണെന്ന് അവൻ He is അറിയാം. depending on the God. ആ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു മുമ്പോട്ട് ഓടുന്നവൻ. He knows that if God is with him, there will be victory. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമെന്ന് തിരിച്ചറിയുന്നവൻ. Our God is not dependent on anyone or anything for the most part when He wants to do something. ദൈവത്തിന് എന്തെങ്കിലും ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളതിനെ മാത്രം നോക്കി നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. Oh, when I was meditating this, I was looking into my own life. ഞാൻ അതിനെ ധ്യാനിച്ചപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒന്ന് തുരിഞ്ഞു നോക്കി. Amen. Lord, how many times you did wonderful things in my life, not because what I had. ആമേൻ. ഒന്നുമില്ലാത്തതിൽ നിന്ന് എത്ര പ്രാവശ്യം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ എത്ര അത്ഭുതങ്ങൾ ചെയ്തെടുത്തിരിക്കുന്നു. The first job when I wanted to write a resume, it was quarter of a page was. That's all I can write. ആദ്യ ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ എന്റെ റെസ്യൂമിയിൽ ഒരു പേജിന്റെ പകുതി മാത്രമേ എനിക്ക് I put the പറയാനുള്ളൂ. biggest bolded name, my name, because let it take some space. അവൻ എന്റെ പേര് ഞാൻ വളരെ വലിയ അക്ഷരത്തിൽ ഞാൻ ആ സ്പേസ് എടുക്കാൻ വേണ്ടി Then I കൊടുത്തു. put an undergrad degree right there from India. ഞാൻ എന്റെ ഇന്ത്യയിൽ നിന്ന് സമ്പാദിച്ച അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി അവിടെ പറഞ്ഞു. That was not even equivalent over here. അത് ഇവിടത്തെ ഡിഗ്രികൾക്കൊന്നും തുല്യമായിരുന്നില്ല. All other qualification is
I mean, I don't have anything to say. I'm a farm boy. What do I have? ഒരു കൃഷിക്കാരന്റെ ഇടത്തിൽ ജനിച്ച ഞാൻ എനിക്ക് എന്റെ വിദ്യാഭ്യാസത്തിൽ എന്ത് പറയുവാൻ കഴിയുമായിരുന്നു? I mean, that was my first resume. അതായിരുന്നു എന്റെ റെസ്യൂമേ എന്ന് പറയുന്നത്. I mean, God was faithful. എന്റെ ദൈവം വിശ്വസ്തനായിരുന്നു. It's not what my resume had or what I had. My God was able to do wonderful things. എന്നിലുള്ളതോ എന്റെ റെസ്യൂമിലുള്ളതോ അല്ല, എന്റെ ദൈവം നോക്കുന്നത് അതിനപ്പുറമായി അത്ഭുതകരമായി ചെയ്യുന്ന ദൈവം. I mean, look at our family, our situation. എന്റെ കുടുംബം, എന്റെ സാഹചര്യം ഒന്ന് എടുത്തു നോക്കിയേ. Some of you are not able to say wonderful things because you studied the best engineering college, you came from the best background, the best nursing school. You cannot appreciate that so much. അത്ഭുതകരമായി ഒന്നും കുടുംബത്തിൽ പറയാൻ കഴിയത്തില്ലായിരിക്കാം. നിങ്ങളുടെ കുടുംബ മഹിമകളൊന്നും എടുത്തു പറയാൻ കഴിയാത്ത. I mean, you have all of that thing. I didn't have it. എനിക്കില്ലാത്തത് ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ മഹിമയിൽ കൂടെ എടുത്തു പറയാൻ ഉണ്ടായിരിക്കാം. That's why I rejoice even more. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ നടുവിൽ ഞാൻ ഏറ്റവും അത്യധികം സന്തോഷിക്കുന്നത്. Because I know where I am today is not because what I had in my hand. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഞാൻ എന്തിൽ നിന്ന് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാം. I faced enemies, even now I face enemies, but it doesn't matter. അന്നും ഇന്നും ഒരുപോലെ ശത്രുവിനെ ഞാൻ മുൻപിൽ കണ്ടു, എന്നാൽ അതൊന്നും എനിക്ക് കാര്യമേ അല്ല. Amen. By faith Jonathan was going, not looking at the enemy. ശത്രുവിനെ നോക്കിയല്ല വിശ്വാസത്തോടെ മുമ്പോട്ട് ഓടുന്ന ഒരു യോനാഥാൻ. Amen. He knows that he is looking at the face of God. ദൈവത്തെ മാത്രം നോക്കി പോകുന്നവനെന്ന് തന്നെയായി ഉറച്ചു നിൽക്കുന്നു. He said, my God can do with a little or big. അല്പത്തിൽ നിന്ന് അധികത്തിൽ നിന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുന്നവൻ. Oh, when I was meditating that word, ആ വാക്യം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ quickly this event came to my mind. പെട്ടെന്ന് എന്റെ ഉള്ളത്തിൽ അത് ജനിപ്പിച്ചത്. Two people entering into the court of Pharaoh. ആ ഫറവോന്റെ സന്നിധിയിലേക്ക് രണ്ടുപേർ പെട്ടെന്ന് പോകുന്നു. And Aaron and Moses. മോശയും അഹരോനോടേക്ക് കടന്നു പോകുന്നു. We have to imagine the court of Pharaoh is not a small thing. ആ ഫറവോന്റെ സന്നിധി എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. I mean, they have all the setup over there. I mean, for two people to enter and say something, it's not as if it is very easy. സായുധ സജ്ജീകരണങ്ങളുമായി ആയിരിക്കുന്ന ഫറവോന്റെ സന്നിധിയിൽ ചെറുതായ രണ്ടുപേർ അവരുടെ തല്ലിൽ കിടന്നു അത്ര പ്രയാസമല്ല. All these things that you know the story, but the one I want to mention is one day when Aaron and Moses went over there, there is a game of serpents over there. അവൻ അവിടെ ആ സന്നിധിയിൽ കടന്നു വന്നപ്പോൾ അവിടെ ഒരു സർപ്പത്തിന്റെ ആ ഒരു ഗെയിം നടക്കുന്നു. Because Aaron and Moses, Aaron had a stick, and when he put it, he became a serpent. ആമേൻ. ആരോന്റെ ആരോനെ വടി താഴെയിട്ടപ്പോൾ അത് സർപ്പമായി മാറി. And then the magician said, we can do the same thing. അത് തന്നെ മന്ത്രവാദികളും ഞങ്ങൾക്കും അത് തന്നെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. I mean, how many magicians there? അവിടെ എത്രമാത്രം magicians ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? I don't know. He called all the magicians. That means in Pharaoh's court, I don't think they are any less. Probably 50, 100, I don't know. 50 100 ആയിരിക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ magiciansനെയും ആ കോർട്ടിലേക്ക് വിളിക്കുന്നു. At the minimum, think about 1 dozen. ആമേൻ. ഒരു ഡസൻ ആൾക്കാരുണ്ടെന്ന് ചിന്തിച്ചു. And all of a sudden, imagine the picture. 1 dozen serpents are coming up. ആമേൻ. അവിടെ ആയിരിക്കുന്ന 12 സർപ്പങ്ങൾ അവിടെ വന്നു എന്ന് ചിന്തിച്ചു നോക്കി. And this is Aaron is the only one with one rod and his serpent. അഹരോന്റെ കയ്യിലിരിക്കുന്ന ഒരു വടിയിൽ നിന്ന് ഒരു സർപ്പമാണ് അവിടെ ആയിരിക്കുന്നത്. What will you do? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? This is where God will prove whether you and me are called. ആമേൻ. ഇവിടെയാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടോ എന്ന് ദൈവം യഥാർത്ഥമായി തെളിയിച്ചു കൊടുക്കുന്നത്. If you are standing in the name of God, if there is an anointing on you, if you are called by God, amen, that's the time God will prove it. ആമേൻ. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണോ ദൈവത്താൽ അഭിഷിക്തപ്പെട്ടവരാണോ അവിടെയാണ് ദൈവം നിങ്ങൾ ആരാണെന്ന് തെളിയിച്ചു കൊടുക്കുന്നത്. Amen. Two people standing over there in front of bunch of these people. മുമ്പിലായിരിക്കുന്ന കൂട്ടത്തിന് മുമ്പാകെ രണ്ട് ആൾക്കാർ മാത്രം നിൽക്കുന്നു. Amen. That's the time when the dry stick of Aaron's serpent swallowed every one of the. He just go in and plucking everyone. ഉണങ്ങിയ വടി എന്ന പോലെ മാറ്റിയിരിക്കുന്ന സർപ്പത്തെ മുമ്പിലായിരിക്കുന്ന സർപ്പങ്ങൾ ഓരോന്നോരോന്നായി അഹരോന്റെ വടിയിൽ നിന്ന് സർപ്പം വീഴുന്നു. I don't know about you. This was a story I knew, but in the context of this thing, God immediately strengthened me. ആമേൻ. ഇത് കേട്ടപ്പോൾ ഈ സംഭവം എന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ പെട്ടെന്ന് എന്നെ ധൈര്യപ്പെടുത്താൻ തുടങ്ങി. Brother and sister, you probably will be in the same situation. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ സഹോദര നിങ്ങൾ കടന്നു പോകുന്നത്. When your ministry, when your calling, when your things are being challenged.
നിങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പല വെല്ലുവിളികളുടെ മുമ്പോട്ട് ഓടുമ്പോൾ I mean, naturally we get upset about that one. പലപ്പോഴും നമ്മൾ അസ്വസ്ഥതയോടുകൂടി മുമ്പോട്ട് ഓടുന്നില്ലേ? But I want to encourage you this morning. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് എൻകറേജ് ചെയ്ത് പറയട്ടെ. You don't need to go and read a 1,000-page book from John Maxwell, how to overcome. You sit in the presence of God. Oh, yes. If there is an anointing upon you, Amen. it is your God is working. മുമ്പിലിരിക്കുന്ന വെല്ലുവിളികളെ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കുമെന്ന് ഈ Amen. ലോകത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ മറികടക്കത്തില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഉയരത്തിലെ ശക്തി വന്ന് നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയും. Amen. If our serpent doesn't swallow and overcome, then we have to admit that the anointing is less in us. God didn't call us. നമ്മുടെ ഉള്ളിലായിരിക്കുന്ന സർപ്പം അത് വിഴുങ്ങിയില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ അഭിഷേകം കുറഞ്ഞിരിക്കുന്നു. അതാണ് നമുക്ക് വേണ്ടുന്നത്. Amen. As a head of the house, അവൻ ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ, as a head of the church, ഒരു സഭയുടെ അധിപൻ എന്ന നിലയിൽ you will face problems. പ്രശ്നങ്ങൾ നിങ്ങൾ മുഖാമുഖം കാണും. You will have to face by yourself. നിങ്ങൾ അത് മുഖാമുഖം കണ്ടേ മതിയാകും. Sometimes you will not be able to share with anybody. മറ്റുള്ളവരോട് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ കൂടി ഒരുപക്ഷെ നിങ്ങൾ You will say, how am I going to face this? എങ്ങനെ ഞാൻ ഈ സാഹചര്യത്തെ നേരിടുമെന്ന് ചിന്തിക്കുന്നു. If you are a child of God and your battle is on the knee, I can guarantee you that God is going to come for you. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ മുട്ടുമേലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങി വരുമെന്ന് ഞാൻ പ്രഭാതത്തിൽ വിളിച്ചു But പറയട്ടെ. if you are a person seeking the opinion of 50 people, I can guarantee that you will fail. 50 പേരുടെ അഭിപ്രായം കണ്ട് നിങ്ങൾ പോകുവാണോ അതിൽ നിങ്ങൾ തോൽക്കുമെന്ന് ഞാൻ വ്യക്തമായി വിളിച്ചു That is പറയട്ടെ. the plain truth this morning I want to say. യഥാർത്ഥ സത്യം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുക. Amen. With God you go. ദൈവത്താൽ സകലതും സാധ്യമാണ്. നിങ്ങൾ മുമ്പോട്ട് ഓടിക്കോ. Amen. You hear Jonathan is going. യോനാഥാൻ അങ്ങനെ മുമ്പോട്ട് ഓടുവാ. The mighty army. വളരെ വലിയൊരു സൈന്യം മുമ്പിലുണ്ട്. But two people can win a battle. ആമേൻ. രണ്ട് വ്യക്തികൾക്ക് എങ്ങനെ ഒരു യുദ്ധം ജയിക്കുവാൻ കഴിയും? I don't know where Holy Spirit is taking you this morning. It is in a very amazing way. 2 King chapter 6 again. രണ്ട് രാജാക്കന്മാർ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ You remember the story there. അവിടെ ആയിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾക്കറിയാം. An Assyrian army and king always fight with Israel. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ അശൂര്യ സൈന്യം അടുത്തു വരുമ്പോൾ And every time the Assyrian king is making strategies and wanted to come into the Israel certain way, his plans fail. അവൻ അശൂര്യ രാജാവ് പലപ്പോഴും പലതും തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് അവിടേക്ക് കടന്നു വരുമ്പോൾ അതൊരു തോൽവിയാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. And then he is saying, somebody is really betraying me. Some soldiers are here. You're really kind of releasing the secrets to the Israel. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന ആരോ തങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങളുടെ രഹസ്യങ്ങൾ ആരോട് ചോർത്തി കൊടുക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. Oh, one of the soldiers of the Assyrian army said, King, it's not the case. Whatever the decision you make in your bedroom, that is being revealed to this prophet Elisha. Amen. And he is telling the king of Israel. രാജാവിനോട് ഇങ്ങനെ മറുപടി പറയുന്നു, നീ ശയനഗ്രഹത്തിൽ ചിന്തിക്കുന്നത് ഓരോന്നും അവിടെ മറുപുറത്ത് ഒരു പ്രവാചകൻ എലീശ പ്രവാചകൻ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. Brother and sister, the first principle to learn is that what we talk in our bedroom, still that is not hidden to God. ഞാനും നിങ്ങളും ശയനഗ്രഹത്തിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ പറയുന്നത് പലതും അത് ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് സഹോദര സഹോദരി നിങ്ങൾ തിരിച്ചറിയണം. That must be a lesson even if we are nobody. That must be a lesson that our conversation, it will come back again and again today. Amen. What the king says in the bedroom is revealed to the prophets. ഒരു രാജാവ് തന്റെ ശയനഗ്രഹത്തിൽ പറഞ്ഞത് അവിടെ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തുവെങ്കിൽ ഞാനും നിങ്ങളും പറയുന്നത് വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ അത് വെളിപ്പെട്ടിരിക്കുമെന്ന് വ്യക്തമായി നിങ്ങളോട് ഞാൻ വിളിച്ചു പറയട്ടെ. So the king of Assyria said, you know what? Go and capture him. അവരോട് പറയുന്നത് അവനെ ആരാമേശത്തിലെ രാജാവ് പറഞ്ഞു അവനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. A mighty army coming. ആമേൻ. വലിയൊരു സൈന്യം അവരുടെ അടുത്തേക്ക് കടന്നു വരുന്നു. And they came and kind of in the night and they camped around the little place called Dothan and it's all over. ദോഥാനെ വളഞ്ഞുകൊണ്ട് വലിയൊരു സൈന്യം വളഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. And chapter 6 verse 13 I read, so he said, go and see where he is. Let me get him. And they said he is in Dothan. So they sent verse 14. Therefore he sent horses and chariots and a great army there.
and they came in the night and surrounded the city. അവൻ 14 വാക്യങ്ങൾ പറഞ്ഞു, അവന് അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ച് അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. And verse 15, the servant in the morning, I think he woke up earlier than the prophet, and when he looked at it, there is a great army around him. അവൻ ദൈവ 15 വാക്യത്തിൽ ബാല്യക്കാരൻ എഴുതപ്പെട്ട് വലിയൊരു സൈന്യം ചുറ്റും നിൽക്കുന്നതായി കാണുന്നു. And verse 16, so he came and told Elijah, you know, and then he answered, do not fear, for those who are with us are more than those who are with them. അവൻ ഇത് എലീശ എടുത്തു എന്ന് പറയുമ്പോൾ അതിന് മറുപടി അവൻ പറയുന്നു, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞു. Here is only two people. രണ്ട് വ്യക്തികൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. A prophet and a servant. ഒരു പ്രവാചകനും അവന്റെ ബാല്യക്കാരനും മാത്രം. They don't have any weapons. ആയുധങ്ങളൊന്നും തന്റെ കയ്യിലില്ല. They don't have anybody in the in that single. There are only two people. കൂടെ നിൽക്കുവാൻ ആരുമില്ലാതെ രണ്ടുപേരും മാത്രമായിട്ട് അവിടെ നിൽക്കുന്നു. But the principle number 2 is that when God wants to send, He can send us an army for our dispatch an army for us. പഠിച്ചെടുക്കേണ്ട കാര്യം, അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു സൈന്യത്തെ അയക്കണമെങ്കിൽ അവിടെയും ഒരു സൈന്യത്തെ അയക്കാൻ ശക്തനായ ദൈവമാണ്. It's not just a സൈന്യം. അമ്മേൻ അവിടെ എഴുതിയിരിക്കുന്നു, അവര് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന. I mean, the people with us is more than that the army came over there. ആമേൻ. അവരോട് കൂടെ, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്നാണ് അവിടെ പറയുന്നത്. In another words, think about it, is God counted how many soldiers and chariots the Syrian army sent over there. അവിടെ സൈന്യത്തിൽ അരാമ്യ സൈന്യം അയച്ച സൈന്യത്തെയും അവിടെ ആയിരിക്കുന്ന കുതിരകളെയും ദൈവം കൗണ്ട് ചെയ്തെടുത്തിട്ട് then God said, go few more than that one, go to the mountain. അവിടെ ആയിരിക്കുന്ന അധികമായിട്ട് അതിനധികമായിട്ട് ചിലരെ ആ കുന്നിൻ മുകളിലേക്ക് അയച്ചിരിക്കുന്നു. God can send more than the enemy sent against you. അവൻ ശത്രു നിങ്ങളുടെ മുമ്പാകെ അയച്ചിരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ദൈവത്തിന് നിങ്ങളുടെ മുമ്പാകെ അയക്കാൻ കഴിയും. Amen. Praise God. Then what happened? ആമേൻ. പിന്നെ എന്താണ് സംഭവിച്ചത് നോക്കി. Oh, then all of a sudden there he is the verse okay, the young man, okay. Sure, it's in where's my Bible, where is it? 17. Then the Lord opened the eyes of the young man, and he saw, and behold, the mountain was full of horses. Amen. Read it carefully, please. Chariots of? What did the Assyrian army send? എന്താണ് അശൂര്യ സൈന്യം, എങ്ങനെയാണ് അശൂര്യ സൈന്യം വന്നത്? Earlier, what did we do? ആമേൻ. എന്താണ് നമ്മൾ അവിടെ വായിച്ചെന്ന് പറയുന്നത്? I want you to be, this is a ശക്തിയുള്ള he sent the horses and chariots, right? What did God send? അഗ്നിമയമായ കുതിരകൾ. Praise God. Assyrian army sent horses and chariots of iron, but God said that's not enough. For my servant, I am going to be sending horses and chariots of fire. അവൻ അഗ്നിമയമായ കുതിരകളെയാണ് അവരുടെ മുമ്പാകെ ദൈവം അയച്ചത്. If this doesn't excite anybody, I don't know what will excite anybody. ആമേൻ. ഇത് നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്തില്ല, പിന്നെ വേറെ എന്ത് പറഞ്ഞു? The enemy has a certain weapon formed against you. ആമേൻ. നിങ്ങളുടെ മുമ്പാകെ ചില ആയുധങ്ങളുമായി ശത്രു കടന്നു വരുമ്പോൾ, but my God has a weapon mightier than that. ആ ശത്രുവിന്റെ ആയുധത്തെക്കാൾ മൂർച്ചയേറിയ ചില ആയുധങ്ങളാണ് ദൈവം ഉയരത്തിൽ നയിക്കാൻ പോകുന്നത്. If he can send a chariot, so my God can send a chariots of fire. രഥങ്ങളെ കൊണ്ടുവരാൻ കഴിയുമ്പോൾ ഉയരത്തിൽ നിന്ന് അഗ്നിമയമായ രഥങ്ങളെയാണ് ദൈവം അയക്കുന്നത്. If he send 100, my God will send even more. അവൻ 100 പേരെയാണ് അയക്കുന്നതെങ്കിൽ അതിന് മേൽ അയക്കുവാൻ ദൈവത്തിന് ശക്തിയുമുണ്ട്. Hallelujah. Even let me give you another miracle there. മറ്റൊരു അത്ഭുതം നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കട്ടെ. It's only two people, a prophet and a servant. ആ പ്രവാചകനും മറ്റൊരു ബാല്യക്കാരനുമായി രണ്ടുപേരും മാത്രമായിരിക്കുന്നു. And all of a sudden, one prayer, Elijah said, God opened the eyes of my servant to see this. ബാല്യക്കാരന്റെ കണ്ണു തുറക്കണമേ എന്ന് ദൈവത്തോടെ എലീശ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. Oh, that is a miracle, right? ആമേൻ. അതും ഒരു അത്ഭുതം തന്നെയല്ലേ? Then God prayed, he prayed another prayer. God send a strike with all these people with the blindness. ആമേൻ. ഈ കണ്ണുകൾ ഇവരുടെ ആയിരിക്കുന്നവരുടെ കണ്ണുകളെ കുരുടമാക്കണമെന്ന് ദൈവം ഒരുത്തന്റെ കണ്ണ് തുറക്കാനും മറ്റൊരുത്തന്റെ കണ്ണ് അടയ്ക്കാനും കഴിവുള്ളവനായ എന്റെ ദൈവം. ഹല്ലേലൂയ. ആമേൻ. Oh, glory. Amen. Oh. Ikamana rijal kologa arthaladiva saidal mane. Glory. Amen. 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 Hallelujah. Yes, hallelujah. Glory to God. Glory to God. Yes, yes.
ദൈവം അത് Praise God. ആമേൻ. Amen. God's Holy Spirit is speaking to somebody here. ഇവിടെ ആയിരിക്കും ചിലരോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്. Amen. God is able to open somebody's eyes for your benefit. ഓ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചിലരുടെ കണ്ണുകളിൽ പ്രഭാതത്തിൽ തുറക്കാൻ പോവുകയാണ്. But at the same time, God is able to close somebody's eyes for your benefit. അതേസമയം തന്നെ നിങ്ങൾക്കെതിരെ നടക്കുന്ന ചില വ്യക്തികളുടെ കണ്ണുകളെ കുരുടാക്കാൻ പോകുന്ന സർവ്വശക്തനായ ദൈവമാണ്. Amen. The one who want to harm you, the one who want to destroy you, God can close his eyes. ആമേൻ ആമേൻ ആമേൻ. Hallelujah. ആമേൻ ആമേൻ ആമേൻ. Yes. Amen. 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 ഹല്ലേലൂയ. Amen. Glory to God. ഓ നിന്നെ നശിപ്പിക്കുവാൻ തകർത്തു കളയുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന ദുഷ്ട പിശാചുക്കളുടെ കണ്ണുകളെ അടയ്ക്കുവാൻ എന്റെ ദൈവം സർവശക്തിയുള്ളവനാണ്. Yes. Glory to God. Glory to God. Glory to God. ദൈവത്തിന്റെ പ്രവൃത്തി. Yes. Hallelujah. അവിടുന്ന് അത് പ്രവർത്തിക്കും. Hallelujah. Glory to God. You may be alone. Amen. Yes. Glory to God. ചിലതിന്റെ കണ്ണുകളാണ്. Hallelujah. യേശുവിന്റെ നാമത്തിലാണ്. പ്രകാശിപ്പിക്കണം. Yes. ചില കണ്ണുകളെ പ്രകാശിക്കട്ടെ. Yes, Hallelujah. Glory to God. Yes. Hallelujah. Hallelujah. Child of God, somebody walked into this place. ഇന്ന് പ്രഭാതത്തിൽ ചില വ്യക്തികൾ കടന്നു വന്നത്. Lord, I am not able to do it. എനിക്കിത് ചെയ്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ. There is nobody to do for me. എനിക്ക് വേണ്ടി ആരും ഒന്ന് ചെയ്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ. Amen. If they look at my situation. എന്റെ സാഹചര്യങ്ങളെ അവർ നോക്കിയിട്ട്. Amen. If the authorities look at my situation. അധികാരികൾ എന്റെ സാഹചര്യത്തെ നോക്കിയിട്ട്. I may not be able to get what I want. എനിക്ക് ചെയ്തെടുക്കേണ്ടത് എനിക്ക് വേണ്ടത് ചെയ്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ. But the Holy Spirit of God is saying. പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നത്. If it is in the purpose of God. അത് ദൈവത്തിന്റെ പദ്ധതിയെങ്കിലോ. Amen. He can close the eyes of the people. ആ വ്യക്തികളുടെ കണ്ണുകളെ കുരുടാക്കാൻ പോവുകയാണ്. And for your benefit. നിന്റെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്തെടുക്കാൻ പോവുകയാണ്. This is my God. അതാണ് ഞാൻ വിളിച്ചു പറയുന്ന ഈ ദൈവം. Don't be discouraged by your weakness. ഓ നിങ്ങളുടെ ബലഹീനത നിമിത്തം നിങ്ങൾ ധൈര്യപ്പെടരുത്. Jonathan was nobody. ഓ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ യോനാഥനായിരിക്കുന്നപ്പോൾ. But he was willing to go by faith. ഓ വിശ്വാസത്തോടെ മുമ്പോട്ട് ഓടുവാൻ സന്നദ്ധരായി ഇറങ്ങി തിരിച്ച യോനാഥൻ. Aaron and Moses were nobody. മോശയും അഹരോനും ഒന്നുമല്ലാത്ത അവസ്ഥയില്. But they were willing to walk on the word of God and the obedience and the anointing of God. അഭിഷേകത്തോടെ ദൈവത്തിന്റെ വാക്കിനെ അനുസരിച്ച് മുമ്പോട്ട് ഓടിയ അഹരോനും. Amen. Oh, go with the anointing God has given you. ഓ ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തോടെ മുമ്പോട്ട് Not on the logic, not on the power of anybody, but the anointing only. Yes, മറ്റുള്ളവരെ നോക്കിയല്ല നിന്നിൽ പറഞ്ഞിരിക്കുന്ന അഭിഷേകത്തോടെ മുമ്പോട്ടോട്. Amen. You will see the enemy failing in front of you. ആമേൻ. നിന്റെ മുമ്പാകെ ശത്രു വീഴുന്നത് നീ തന്നെ കാണും. Amen. The enemy will fail in front of you. ഓ നിന്റെ മുമ്പാകെ ശത്രു തകർന്നു വീഴുന്നത് കാണും. Hallelujah. അത് സംഭവിക്കാതെ ചെയ്യട്ടെ. Glory to God. അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah. Glory to God. കയ്യിലുള്ളതിന്റെ അല്ല. Amen. It's not our what we have. It's not our resume. It is not what our power. It's not our experience. Oh yes. Hallelujah. Hallelujah. Yes. Hallelujah. Glory to God. Yes. Amen. Oh no, God didn't finish. God is still speaking. I don't know. Yes. Hallelujah. Yes, yes. It's only two people there, right? രണ്ട് വ്യക്തികൾ മാത്രമല്ലേ അവിടെ ഉള്ളത്. And all of a sudden, what happened? They are all blind. ആമേൻ. അവിടെ ആയിരിക്കുന്ന മുമ്പിലായിരിക്കുന്ന എല്ലാവരും കുരുടരായി മാറുന്നു. And the most interesting thing, ആമേൻ, ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് they came to capture him. ആമേൻ, ഇവരെ പിടിക്കുവാൻ തക്കവണ്ണം വന്ന സൈന്യം. Now, who is following whom? ആരാരെയാണ് പിന്തുടരുന്നത് നോക്കി. Elisha said, come after me, come after me, come after me. ആമേൻ. എലീശയ്ക്ക് പറഞ്ഞു എന്റെ പിന്നാലെ വാ, എന്റെ പിന്നാലെ വാ എന്ന് പറയുന്നു. Assyrian army with all their gadgets, they are following the servants. ആമേൻ. എല്ലാ ആയുധത്തോടു കൂടി അശീരപ്രമ ഈ രണ്ട് വ്യക്തികളെ പിന്തുടർന്നു പോകുന്നു. Amen. And then Elisha is going in the front as a leader. ആമേൻ. ഒരു നായകൻ എന്ന പോലെ എലീശ മുമ്പിലൂടെ പോകുന്നത് നോക്കി. Oh, God is speaking to somebody. ആമേൻ. ആമേൻ. ഇത് പ്രവാചകൻ വിളിച്ചു പറയുന്നു.
Yes, Amen. yes, The yes. enemy that came to destroy you. ആമേൻ. ആമേൻ. ശത്രുവിനെ തകർക്കുവാൻ The വന്നതാണെങ്കിൽ, enemy came to destroy your family. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ ശത്രു The വന്നെങ്കിൽ, enemy came to destroy your ministry. നിന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ ശത്രു വന്നതെങ്കിൽ, The enemy will follow you. ആ ശത്രു നിന്നെ പിന്തുടരുന്ന ഒരു സഭയിലേക്ക് കടന്നു വരും. Enemy Yes. will follow your instruction. ആമേൻ. നിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശത്രു നിനക്ക് കീഴടങ്ങുന്ന അവസ്ഥ നിന്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ. Hallelujah. Oh, glory. Yes. Amen. Hallelujah. Enemy is going Yes. to follow you. ആമേൻ. ശത്രു നിന്നെ കണ്ട് പിന്തുടരുന്ന അവസ്ഥ. Yes. Hallelujah. Hallelujah. അത് സംഭവിക്കട്ടെ. Glory to God. Yes. It's not over, not over, not over. Amen, amen. Hallelujah. Amen, amen. All of a sudden they are following this people. ആമേൻ. ഈ രണ്ട് വ്യക്തികളുടെ പിന്നാലെ ഈ സൈന്യം പോകുന്നു. And they came into a place called Samaria. സമരിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലേക്ക് കടന്നു വരുന്നു. And the prophet Elisha said, feed all this enemy. ഈ ശത്രുക്കളെ എല്ലാം അങ്ങ് സന്തോഷിപ്പിക്കാൻ, ഫുഡ് കൊടുത്ത് സന്തോഷിപ്പിക്കാൻ എലീശ പറയുന്നു. I don't know. Amen. You can only imagine they came to capture him and to take it over there. അവൻ ഇവരെ പിടിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന സൈന്യമാണ് ഇവിടെ നിൽക്കുന്നത്. Now they are eating a kushal shapad. Amen. He is feeding them. അവൻ ഇവിടെ ആയിരിക്കുന്നവർ വിഭവസമൃദ്ധമായ ആഹാരം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. Child of God is somebody. Oh, yes. Amen. That they want to destroy. God is going to make you provide their supplies. ആമേൻ. ദൈവ പൈതലേ, നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന ശത്രു, ആ ശത്രുവിനെ നിങ്ങൾ അവർക്ക് വിഭവസമൃദ്ധമായി നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പോവുകയാണ്. Amen. Yes. Your hand will feed them. ആമേൻ. നിങ്ങളുടെ കൈകളാൽ അവർ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. They not only follow you, you will feed them. നിങ്ങളെ പിന്തുടരുക മാത്രമല്ല, നിങ്ങൾ അവർക്ക് കൊടുക്കുവാൻ The പോവുകയാണ്. enemy's resources in your hand. ആമേൻ. ആ ശത്രുവിന്റെ റിസോഴ്സസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആമേൻ. Oh, glory to God. ആമേൻ. ആമേൻ. Yes. Don't be upset about it. When situation comes like that, don't look at us enemy. God said to feed it. സാഹചര്യങ്ങൾ വരുമ്പോൾ ശത്രുവിനെ നോക്കി അധൈര്യപ്പെടാതെ അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കുമെന്നൊക്കെയാണ് സർവശക്തനായ ദൈവം നിങ്ങളോട് പറയുന്നു, കൽപ്പിക്കുന്നു. Just two people. ആമേൻ. രണ്ട് വ്യക്തികൾ മാത്രമായിട്ട്. Amen. A small. Probably you are in that situation today. നിങ്ങളും ഈ പ്രഭാതത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത്? Hallelujah. Glory to God. God bring victory in our life. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ജയം കൊണ്ടുവരാൻ പോവുകയാ. Hallelujah. യേശുവിന്റെ നാമത്തിൽ. Thank you, Jesus. Hallelujah. Yes. Hallelujah. Okay. Now, chapter 14. Come back to that. Two people went and the Philistine army fell in front of them. ആമേൻ. രണ്ട് വ്യക്തികളെ കടന്നുപോയി അവരുടെ മുമ്പാകെ ഫെലിസ്ത്യ സൈന്യം വീഴുന്നതായി നാം കാണുന്നു. And one by one, you know that one. They were. ബാക്കിയെല്ലാം നമ്മൾ കേട്ടതാണല്ലോ ഓരോന്നായിട്ടാ. But then we see that verse 23. ആമേൻ. 21-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, so the Lord saved Israel that day. That's verse 23. ആമേൻ. അങ്ങനെ യഹോവ അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു എന്ന് 23-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത്. Now verse 24. 24-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, and the men of Israel were distressed that day. ആമേൻ. വളരെയധികം ക്ഷീണിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുന്ന ജനങ്ങള്. Glory to God. Now I am going to go to an area that we're not going to be liking it. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഏരിയയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. It's not me, the Holy Spirit. I never realized that portion until I meditate. ഞാനിത് ധ്യാനിച്ചിരിക്കുന്നിടം വരെ ഞാൻ ഇതിന്റെ അകത്തെ പറ്റി ആഴമേറിയ മർമ്മങ്ങൾ എനിക്ക് തിരിച്ചറിഞ്ഞിരുന്നില്ല. Why are the people distressed at the day of victory? ആമേൻ. ജയത്തിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് ജനം വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ടായിരുന്നത്? God gave them a victory, right? ദൈവം അവർക്കൊരു വിജയമല്ലേ നൽകിയത്? But verse 24 says the men were distressed. എന്നാൽ അവിടെ 27-ാം വാക്യത്തിൽ ജനം വളരെ വിഷമത്തിലായെന്ന് വായിക്കുന്നുണ്ട്. Because conflict in victory is part and parcel of our life. ആമേൻ. നമ്മുടെ ജയത്തിന്റെ ആ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയത്തിന്റെ അകത്തുള്ളതാണ്. The reason was I kind of touched last week, but I'm not going to go into the details. While this victory was happening, the anointed man of God, Saul,
made some foolish decisions. ആമേൻ. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇതിനകത്ത് ഈ അഭിഷക്തനായ ഈ വ്യക്തി, ദൈവത്താൽ അഭിഷക്തനായ വ്യക്തി ചില ഭോഷത്വം ഇതിനകത്ത് പ്രവർത്തിച്ചതുകൊണ്ട്. He made a wrong decision to make his men fast on the day of war. ആമേൻ. ആ ജയത്തിന്റെ ദിനത്തിൽ എല്ലാവരും ആഹാരം കഴിക്കരുതെന്നുള്ളൊരു ഒരു ശപഥം അവൻ എടുത്തു. And on top of that wrong decision, he made another fool decision that his son need to be killed. ആമേൻ. ആ ശപഥത്തിന് മുന്നേ അടുത്ത വീണ്ടും പറഞ്ഞു തന്റെ മകൻ കൊല്ലപ്പെടണമെന്നും പറയുന്നു. That brought a huge distrust to these people. ഇത് രണ്ട് കാര്യങ്ങളും ആ ജനത്തിന്റെ മുമ്പ് വളരെ വിഷമത്തിൽ ആക്കുവാൻ ഇടയായി. Brother and sister, this is a lesson that we need to learn. ഇത് വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിലും പഠിച്ചെടുക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. Many times when we have victory, it doesn't take much. Hours before that one, there will things come into our life that distress us. ആമേൻ. നമ്മുടെ വിജയത്തിന്റെ മുമ്പിലേക്ക് അതിന് വിജയം എടുക്കുന്ന ആ സമയത്ത് തന്നെ അതിന്റെ മുമ്പാകെ നമ്മളെ ചില വിഷമഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിടയാണ്. I am speaking from my own experience. എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. How many times of fasting and prayer or God do a mighty deliverance among us. ആമേൻ. ഉപവാസത്തിലും പ്രാർത്ഥനയിലും പല അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ചെയ്തെടുത്തു. It doesn't take much. In the middle of that one, we will see the reason for distress popping up like popcorn. ആമേൻ. അതിന്റെ ഇടയിൽ പോലെ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിന്റെ ഇടയിൽ ഉയർന്നു വരുന്നതായി നാം കാണുന്നുണ്ട്. Because either you or me, we could be a reason for foolish decisions. ആമേൻ. ഞാനോ നിങ്ങളോ അതിന്റെ അകത്ത് ചില ഭോഷത്വമായ ചില കാര്യങ്ങൾ എടുക്കുന്നതിന്റെ Foolish comments. ആമേൻ. ചില കമന്റ്സുകൾ നിങ്ങൾ ഭോഷത്വമായ ചില കമന്റ്സുകൾ നിങ്ങൾ എടുക്കുന്നത് കൊണ്ടായിരിക്കാം. We children of God sometimes are not careful. ആമേൻ. പലപ്പോഴും നമ്മൾ അത് ശ്രദ്ധയോടെ അല്ല നമ്മൾ അത് കാണുന്നത്. God brings victory to us. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ തന്നെ ദൈവം കൊണ്ടുവരുന്നു. Instead of enjoying the victory, sometimes we become victims and we become culprits to cause distress to others. ആമേൻ. വിജയം ആഘോഷിക്കുന്നതിന് പകരമായിട്ട് അതിനെ കെടുത്തുന്ന തരത്തിലുള്ള പലതുമല്ലേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ നാവിൽ കൂടെ വരുന്നത്. If that is you and if that's me, this morning we need to take note of that one and say, Amen. Lord, I am not going to be diminishing the joy of victory by me being selfish and acting my own agenda. ഞാനും നിങ്ങളുമായിരിക്കുന്നിടത്ത് ഇങ്ങനെ ഒരു സംഭവം വിജയം കടന്നു വരുമ്പോൾ ആ ദൈവസന്നിധിയിൽ അത് യഥാർത്ഥമായി നിങ്ങൾ നോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ആ വിജയത്തിന്റെ നടുവിലും ഒരു സ്വാർത്ഥ മനോഭാവത്തോടെ അതിനെ ആ വിജയത്തെ കെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവം ഒരു സ്വഭാവവും എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു വരരുത്. Including me. ഞാൻ ഉൾപ്പെടെയാണ് ഇതിനകത്ത് പറയുന്നത്. That is an abomination in the sight of God. ദൈവത്തിന്റെ സന്നിധിയിൽ അതൊരു വിലക്കപ്പെട്ടത് വെറുക്കപ്പെട്ടതായിട്ട് മാറിയിരിക്കുന്നു. Because let people enjoy the victory. ദൈവത്തിന്റെ സന്നിധിയിൽ വിജയം ആഘോഷിക്കേണ്ട ജനങ്ങൾ. Amen. In between that one, we should not bring any reason, any issue of turmoil. ദൈവ വിജയത്തിന്റെ നടുവിൽ ഒരു തരത്തിലുള്ള ഒരു വിഷമങ്ങളും കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കരുത്. And God will make a particular note of that. അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ദൈവം അത് യഥാർത്ഥമായി അത് എഴുതി വെക്കുന്ന ഒരു സംഭവത്തിലേക്ക് വരും. Okay. Let's go to chapter 15. 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. That was where I wanted to start today. അവിടെയാണ് എനിക്ക് യഥാർത്ഥത്തിൽ എന്റെ ദൂത് തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിച്ചത്. Amen. Praise God. So the people got victory. And Samuel, the chapter 15 says, Samuel also said to Saul, the Lord sent me to anoint you king over his people, over Israel. Now, therefore, heed the voice of the word of the Lord. ആമേൻ. ഇങ്ങനെ 15-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം ശമൂവേൽ ശൗലിനോട് പറഞ്ഞതെന്തെന്നാൽ, യഹോവ നിന്നെ തന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യുവാൻ എന്നെ നിയോഗിച്ചുവല്ലോ. അതുകൊണ്ട് ഇപ്പോൾ യഹോവയുടെ വചനങ്ങളെ കേട്ടുകൊള്ളുക. I tell you about me, I like the first part. ആമേൻ. ആദ്യത്തെ ഭാഗം എനിക്ക് വളരെ വ്യക്തമായി I like the anointing. ആമേൻ. അഭിഷേകം എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. But keep your instruction with you. എന്നാൽ നിങ്ങളുടെ നിർദ്ദേശം അവിടെ തന്നെ വെച്ചുകൊള്ളുക. But God is saying, I anointed you. Samuel is saying, if God gave me the authority to anoint you, God gave me the authority to give you instruction too. ശമൂവേൽ പറയുന്നു, ദൈവം നിന്നെ അഭിഷേകം ചെയ്യുവാൻ നിയോഗിച്ചെങ്കിൽ അതുപോലെ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുവാനും നീ ബാധ്യസ്ഥനാണ്. How many of us miserably fail
in our anointing because we don't follow God's instruction afterwards. എത്ര പ്രാവശ്യം ദൈവത്തിന്റെ നിർദ്ദേശങ്ങള് എത്ര പ്രാവശ്യം നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അഭിഷേകത്തിന്റെ നടുവിലും ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയിട്ട് Anointing become a waste if we don't follow the instruction afterwards. അതിന്റെ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ യഥാർത്ഥമായി നിങ്ങൾ പിന്തുടർന്നില്ലെങ്കിൽ നിങ്ങളുടെ അഭിഷേകം വെറുതെ വൃഥാവായി പോകും. I've seen many people who are so gifted, anointed, they were fire. But afterwards, I see in the miserably failed position because they do not take the constant instruction from God. ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ കൃപാവരങ്ങളിൽ നിറഞ്ഞിരിക്കപ്പെട്ടവർ തീയായി നിന്നിരിക്കുന്ന പല വ്യക്തികൾ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കൊണ്ട് വൃഥാവായി അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. We will see that in chapter 15. 15-ാം അധ്യായത്തിൽ നാം അത് വ്യക്തമായി കാണാൻ പോവുകയാണ്. What is the instruction from God? എന്താണ് ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് നോക്കി. It says the Lord of hosts, I will punish Amalekite for what he did to Israel. And now he ambushed on the way when the people came out from Egypt. രണ്ടാം വാക്യം ഇങ്ങനെ വായിക്കും, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച അവരോട് ചെയ്തതിനെ ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. I'm going to go very quickly here. അമ്മ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പോകട്ടെ. Exodus chapter 17, we know that one. പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അത് അറിയുകയും ചെയ്യും. That was the first war Israel faced. ആ സമയത്താണ് ഇസ്രായേൽ ആദ്യമത്തെ യുദ്ധം. Sometime back I preached from that one, so I'm not going to go into that one. ഞാൻ അതിൽ നിന്ന് പ്രസംഗിക്കാൻ ഞാൻ അപ്പം അങ്ങോട്ട് പോകുന്നില്ല. So the Israel came out of Egypt and they crossed the river Jordan, the Red Sea, and remember, these people were poor people. They have no army, they have no weapons. ചെങ്കടൽ കടന്നു വരുന്ന ഇസ്രായേലിൽ നിന്ന് കടന്നു വരുന്ന ഇസ്രായേൽ ജനം അവരുടെ മുമ്പാകെ ഒരു സൈന്യമില്ല, ആയുധമില്ലാത്തൊരവസ്ഥയിൽ കടന്നു വരുന്നെന്ന് നിങ്ങൾ ഓർക്കണം. And when they were coming like this, they were not a threat to anybody. അവർ കടന്നു വരുമ്പോൾ ആർക്കും ഒരു ഭീഷണി അല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു വരുന്നത്. They just wanted to cross this place as God told them and they want to go on their way. ദൈവം പറഞ്ഞതുപോലെ തന്നെ അവർ അവരുടെ വഴിക്കൂടെ വളരെ നിശബ്ദരായി കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ജനം. But if we see that when they came and when Israel was passing, the Amalekite came and attacked. ഇസ്രായേൽ ജനം അങ്ങനെ കടന്നു പോകുമ്പോൾ അമാലേക്ക് ജനം സൈന്യം കടന്നു വന്ന് അവരെ ആക്രമിക്കാൻ തുടങ്ങി. Would you please put on the screen Deuteronomy chapter 25 verse 17 to 19. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 25-ാം അധ്യായം 17-ാം വാക്യം ഇടാമോ? And when they were coming that way, that word of God is clearly saying that what they were the condition of the Israel they are. ഇങ്ങനെ അവർ മിസ്രൈമിൽ നിന്ന് കടന്നു വരുമ്പോൾ അവിടെ അമേലേക്ക് ചെയ്തത് പറയുന്നുണ്ട്. When they were weary and worn out, these people came and attacked from the back. അവര് വഴിയിൽ നിന്റെ നേരെ ക്ഷീണിച്ചും തളർന്നു ഇരിക്കുമ്പോൾ നിന്റെ പിന്നണിയിലുള്ള ബലഹീനരൊക്കെ സംഹരിച്ച കാര്യം. പിന്നണിയിൽ, that means the people who were lagging, they were the mothers, they were the pregnant people, they were the older people, they were the children. They were not able to walk that fast, so they were the one on the back of this big procession. The Amalekite knew that if we go from behind and attack, we can wipe them out. പിന്നിലായിരിക്കുന്ന ജനം വല്ല ക്ഷീണിച്ചായിരിക്കുന്ന ഗർഭിണിയിലായിരിക്കുന്നവരെ, കുഞ്ഞുങ്ങളായിരിക്കുന്ന ബലഹീനരായിരിക്കുന്നവരെ അവരുടെ പിന്നിലെത്തിയിരിക്കുന്ന അമാലേക്ക് ചിന്തിച്ചു, അവരെ വൈപ്പ് ചെയ്ത് അവരെ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, അവരെ കൊന്നു കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ ജനത്തെ മൊത്തം തുഴച്ചു നിൽക്കാമെന്നുള്ളൊരു ചിന്തയോടുകൂടി കടന്നു വന്നവര്. Then verse 18 we read that they did that because they didn't fear God. ദൈവത്തെ ഭയപ്പെടാതെ നിൽക്കുന്നു എന്ന് 18-ാം അധ്യായത്തിൽ വായിക്കും. They attacked the vulnerable, the weak people. അവരെ ക്ഷീണിച്ചും തളർന്നു ഇരിക്കുന്നവരെ അവര് യുദ്ധം ചെയ്തു. Then God said, write this on a scroll. അവിടെ ഒരു ചുരുട്ടിൽ ഒരു എഴുതി വെച്ചു. What is it in English? It says, you shall not forget this. നീ ഇത് മറന്നു പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. This way of attack from them, you shall not forget. ഈ തരത്തിലുള്ള ഒരു ആക്രമണം ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. Then when you go to your promised land,
ആമേൻ. നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് എത്തുമ്പോൾ, when you are resting, നിങ്ങൾ അവിടെ നിങ്ങൾ റെസ്റ്റ് ചെയ്യുമ്പോൾ, that is the time I want you to act. ആ സമയത്താണ് നിങ്ങൾ അവിടെ, ആ സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കണം. I want you to wipe out their name, blot out their name from under the heaven. ഈ ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ നാമത്തെ ഇവിടെ നിന്ന് തുടച്ചു നീക്കിക്കളയണമെന്ന് ദൈവം പറയുന്നു. People didn't say it, God said it. ആമേൻ. ജനമല്ല, ദൈവമാണ് വിളിച്ചു പറയുന്നത്. Blot out their name. ആമേൻ. ആ ഓർമ്മ, അവരുടെ ഓർമ്മയെ തന്നെ ആകാശത്തിന് കീഴിൽ നിന്ന് നീക്കിക്കളയണമെന്ന് പറയുന്നു. Now here 400 years later, 400 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് the people came and they forgot, they didn't remember this thing. ഈ കാര്യങ്ങളൊന്നും ഈ ജനം ഓർക്കുന്നത് പോലുമില്ല. But God didn't forget. എന്നാൽ ദൈവം അത് മറന്നു കളഞ്ഞിട്ടില്ല. God is now reminding Saul and say, I want you to do one thing for me, that you need to go and kill, destroy everything, don't spare anything. That's verse 3. ഒന്നിനെ പോലും അവശേഷിപ്പിക്കാതെ നീ എനിക്ക് വേണ്ടി അവിടെ പോയിട്ട് അവരെ എല്ലാം നശിപ്പിച്ചു കളയണമെന്ന് ദൈവം അവരോട് പറയുന്നു, ശൗലിനോട് പറയുന്നു. Verse 2, we read, the Lord said, I will punish, and it says, I have noted, that's the word I'm looking for. He said, I noted, I know, God noted that what the Israelites, the Amalekites has done. അമേരിക്കര് ഇസ്രായേൽ ജനത്തോട് ചെയ്തത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു എന്ന ആ ഭാഗം പറയുന്നു. God will remember certain things, my brothers and sisters. നമ്മുടെ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ദൈവം ഇത് എപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നുണ്ട്. Book of Malachi. മലാക്കിയുടെ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, Let me read that one and we will. Malachi chapter 3. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, Then those who feared the Lord spoke one another. ദൈവഭക്തന്മാർ, ദൈവസഭയിലുള്ള വിശ്വാസികൾ, നമ്മൾ ഓരോരുത്തരും തമ്മിൽ സംസാരിച്ചു. We talked. And he says, God didn't hear that, right? അവൻ പലപ്പോഴും കേൾക്കത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയുടെ അല്ലേ തമ്മിൽ സംസാരിക്കുന്നത്. He says God listened. ദൈവം എപ്പോഴും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവം. And God heard. ദൈവം അത് കേട്ടു. That's where the first time something revealed it to me. അവിടെയാണ് ചില കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചത്. What is in English? When you say start with the word so means what? You all know English. So means what? അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്മിൽ സംസാരിച്ച കാര്യം കേട്ടിട്ട് തമ്പുരാന് കുറിച്ചു വെക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന്. He was forced to remember, to have a book of remembrance. ആമേൻ. സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെക്കുവാൻ തക്കവണ്ണം അത് എഴുതി വെച്ചിരിക്കുന്നു പറഞ്ഞു. If you read this chapter, you will know what they were talking. അവൻ എന്താണ് അവരോട് സംസാരിച്ചു കൊണ്ടിരിച്ചിരിക്കുന്നത് 3-ാം അധ്യായം വായിച്ചാൽ നമുക്ക് When മനസ്സിലാവും. God knew they were talking something that was not pleasing to him. ദൈവത്തിന് ഹിതമല്ലാത്ത ചിലത് സംസാരിച്ചതാണ് അത് ദൈവം അവിടെ കുറിച്ചു വെച്ചത്. He said, so he immediately said, I'm going to have a book of remembrance. ഞാൻ സ്മരണ പുസ്തകം അകത്ത് ഞാൻ എഴുതാൻ പോവുകയാണെന്ന് ദൈവം പറയുന്നു. That scared me. ആമേൻ. അത് എന്നെ വളരെയധികം സ്കെയർ ചെയ്തു. If God has everything that we said in a book, I am not really sure that we can easily say, oh heaven, let me come. It will be fearful to go there. ആമേൻ. ഞാൻ പറഞ്ഞതെല്ലാം ദൈവസ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലാഘവത്തോടു കൂടി സ്വർഗത്തിന്റെ കവാടത്തിൽ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. But we go with this sometimes a myth that, oh, you know what, I prayed God, if I have done anything, if I have said anything, please forgive me and wash me with your blood. This will cover everything for me. തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് ദൈവമേ ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ, എന്തെങ്കിലും, because we don't even admit, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, then now it is God to go through the book and see if I've done anything, then he has to forget and forgive. അവിടെ അപ്പം ദൈവം ബുക്കിനകത്ത് പോയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് പോകുന്ന ഒരു മിഥ്യാധാരണ എൻ്റെയും നിങ്ങളുടെയും ചിന്തയിലുണ്ട്.
that will only work for unintentional sins that we don't remember. നമ്മൾ അറിയാതെ, നമ്മൾ ഓർക്കാതെ, അറിവില്ലാതെ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും മാത്രമേ. If the Holy Spirit convicted you and if you know in your conscience what I have done and what I said is wrong, that prayer will not work, my brother and sister. ആമേൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങളെ ബോധിപ്പിച്ചത്, നിങ്ങളുടെ ഉള്ളിൽ അത് ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കുറ്റം നിങ്ങൾ മനഃപൂർവ്വമായി ക്ഷമിക്കത്തില്ല. Until you bring specifically that and reconcile both to people and to God, the blanket statement do nothing. എന്നാൽ അറിവോട് ചെയ്ത കുറ്റങ്ങൾ അത് നിങ്ങളുടെ എവിടെയാണോ അവിടെ ദൈവത്തിന്റെ സന്നിധിയിലും ആ ജനത്തിന് മുമ്പായി കൊണ്ട് റിക്കൺസിൽ ചെയ്തില്ലെങ്കിൽ അതൊരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമായി മാറും. God said, I have noted what the Amalekite done. അമാലേക്ക് ചെയ്തത് ഞാൻ എന്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. Okay, let's read one more thing and we finish. It says the next one Amalekite did, and then verse 6. ആറാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. And he said, come, let us now the Saul and the army is about to go and kill the Amalekites, but there is a problem there. ആമേൻ. അമാലേക്കിനെ കൊല്ലുവാൻ തക്കണ ശൗലും കൂട്ടവും അവിടേക്ക് കടന്നു പോകുന്നു. There is a group of people live in the midst of Amalekites. അമാലേക്കിന്റെ നടുവിൽ മറ്റൊരു കൂട്ടം ആളുകൾ ജീവിക്കുന്നു. They are called the Kenites. കേന്യർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം അവരുടെ ഇടയിൽ വസിക്കുന്നു. God said, remember them. ആമേൻ. അവരെ നീ ഓർക്കണമെന്ന് ദൈവം പറയുന്നു. Don't destroy them. അവരെ നശിപ്പിക്കരുത്. Ask them to leave the Amalekites and go quickly. അമാലേക്കിന്റെ നടുവിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മാറിപ്പോകുവാൻ തക്കവണ്ണം പറയുന്നു. Because they have done good things to the Israelites. ഇസ്രായേൽ ജനത്തിന് വളരെ നന്മകൾ ചെയ്ത ഒരു കൂട്ടമാണ് അവര്. I mean, you cannot kill them. അവരെ കൊല്ലുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. Brother and sister, what am I trying to tell you? ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവോ? The people who hurt the vulnerable people of Israel, God noted that one. ബലഹീനരായിരിക്കുന്ന ചില ഇസ്രായേൽ ജനത്തിനെ ദ്രോഹിച്ചവരെ ദൈവം കുറിച്ചു വെച്ചു. The people who did some kind things to Israel, he noted it. ഇസ്രായേൽ ജനത്തോട് കനിവ് തോന്നിയ ജനത്തെയും ദൈവം നോട്ട് ചെയ്ത് വെച്ചു. He remembers both. രണ്ടുപേരെയും ഒരുമിച്ച് ഓർക്കുന്ന ദൈവമാണ്. So I know some of you are very good theologians here. You are quickly saying, Pastor, quit talking about this Old Testament God by Jesus Christ hanging on the cross. All of this has changed God's character. ഇതൊന്നും പ്രസംഗിക്കേണ്ട പാസ്റ്ററെ, യേശു ക്രിസ്തു ഇതിനെല്ലാം വേണ്ടി നമുക്ക് വേണ്ടി യാഗമായി തീർന്നതല്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം. If that is the case, I have a problem with the verse in the book of Hebrew. അങ്ങനെയാണെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇരിക്കുന്ന ഒരു വാക്യത്തിൽ എനിക്ക് പ്രശ്നമുണ്ട്. Jesus said, God said in the New Testament, said he is not a unjust God. Not to remember even if you gave one cup of cold water to a minister. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അത് ഓർക്കാതിരിക്കാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് നാം വായിക്കുന്നുണ്ട്. Oh, wait a minute. If he remembers that one, he won't remember that I hurt somebody. Jesus. Where is this theology? Yeah. That's it. Amen. Amen. But I like to remember that ഞാൻ കൊടുത്ത പച്ചവെള്ളത്തിന്റെ കണക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇമോഷണലി വേറൊരുത്തന് പാര വെച്ചതിന്റെ കണക്ക് ഞാൻ പറയുന്നതേ ഇല്ല. That's it. Pastor, so recently one of my good pastors, a friend of mine, called me and he said, the board members called him and said, Pastor, after 1 week of struggle, we're coming to church for words of comfort. So stop talking about sin every Sunday. എന്നോട് ഒരു ശുശ്രൂഷകൻ വിളിച്ചു പറഞ്ഞിട്ട്, This happened. I am not joking. A good friend of mine called me. He never lied. He said, one of the board members called and said, preach words of comfort. Stop talking about sin because we want comfort. ഇങ്ങനെയാണ് ശുശ്രൂഷകൻ എന്നെ അടുത്തറിയാവുന്ന ഒരു ശുശ്രൂഷകൻ വിളിച്ചു പറഞ്ഞു, അവിടുത്തെ സഭയിലെ ബോർഡ് മെമ്പേഴ്സ് ഡിസിഷൻ എടുത്തു ഇനിയും തൊട്ട് സഭയിൽ പ്രസംഗിക്കുന്നെങ്കിൽ പാപത്തെ പറ്റി പ്രസംഗിക്കേണ്ട, ആശ്വാസപ്രദകരമായിട്ട് കാതിന് കർമ്മരസമായിട്ടുള്ള കേൾക്കുവാൻ ഇമ്പമുള്ള കാര്യങ്ങൾ പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. I know nobody here that way. Please don't waste your time on a board doing decisions, because that day I have to stop. Because church is not only a place of comfort, it's a place of correction. ആശ്വാസത്തിന്റെ വചനങ്ങൾ കേൾക്കുന്ന ഇടം മാത്രമല്ല, അവിടെ നമ്മുടെ കുറ്റങ്ങളെ എല്ലാം തിരുത്തിക്കൊണ്ടു പോകുന്ന ഒരു ഇടം കൂടിയാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്. Holy Spirit, correct me before I come here. ഞാൻ ഇവിടെ കടന്നു വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ നമ്മളെ കറക്റ്റ് ചെയ്ത് തിരുത്തി എടുത്തുകൊണ്ട് വരണം. Even this morning I said, Lord,
do not allow a single word come out of my mouth from my logic if that is not permitted by you. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് എന്റെ ബുദ്ധിയിൽ നിന്ന് ഒരു വാക്ക് പോലും വിളിച്ചു പറയാൻ അനുവദിക്കല്ലേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ മടങ്ങി Because I'm also a man. I'm a human being. I get influenced by thoughts and things, and I don't want any of that influence the word of God. ഞാനൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് ഞാൻ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ എന്റെ ദൈവവചനത്തിൽ അതൊന്ന് കടന്നു വരരുതേ എന്നുള്ള ഒരു ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെ ഞാൻ വന്നത്. Brothers and sisters, we need to accept the reality. യഥാർത്ഥത്തിൽ നമ്മുടെ യഥാർത്ഥമായി നമ്മൾ അംഗീകരിച്ചേണ്ടിയിരിക്കുന്നു. We cannot really play the church and get away with it. നമ്മുടെ സഭയ്ക്കകത്ത് കളിച്ചിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കരുത്. Amen. God will remember the good and the bad. നല്ലതും തീയതും യഥാർത്ഥമായി ദൈവം കുറിച്ചു വെക്കുന്ന ദൈവമാണ്. And the chapter 15, please go home and read. If God willing, we will talk next week. It is one of the most scariest chapter that I read. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ 15-ാം അധ്യായം നിങ്ങൾ യഥാർത്ഥമായി അത് വായിക്കുക. ഏറ്റവും ഭയങ്കരമായ ചില കാര്യങ്ങൾ അതിനകത്ത് ദൈവത്തെ Because when God remembers, He acts accordingly. ദൈവം എല്ലാം ഓർക്കുകയും ചെയ്യും, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും ദൈവമാണ്. 400 years later, He remembered. 400 വർഷങ്ങൾക്ക് ശേഷമാണ് യഹോവയെ ദൈവം അത് ഓർത്തിരിക്കുന്നത്. My thing, who are the people came after the Israelites? 400 years back. That means at least 5 generations back. 400 വർഷങ്ങൾക്ക് മുമ്പ് 5 തലമുറകൾക്ക് മുമ്പ് വന്ന ഒരു കൂട്ടമാണിത്. Now this generation didn't do anything wrong. ഈ തലമുറ, ഈ അമോനിക്ക തലമുറകൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഓർക്കണം നിങ്ങൾ. But He remembered. എന്നാൽ ദൈവം അവിടെയും അത് ഓർത്തു വെച്ചിരുന്നു. One humble request I have. ഇന്ന് പ്രഭാതത്തിൽ വളരെ വിനീതമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, do not bring harm to our generation because of what you and me do. ഞാനും നിങ്ങളും ചെയ്തെടുക്കുന്നത് കൊണ്ട് നല്ല തലമുറകൾക്ക് അത് ക്ഷതമായി മാറരുതേ. I may not physically attack anybody, but sometimes we unintentionally or intentionally hurt other people with the emotional hurt. ഭൗതികമായിട്ട് ശാരീരികമായിട്ടുള്ളതല്ല പറയുന്നത്, നമ്മുടെ ഇമോഷണലി മറ്റുള്ളവരെ നിങ്ങൾ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ That also will be noted. അതെല്ലാം ദൈവം തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വെക്കും. A man hurt a weak and vulnerable person, God will note that. നമ്മൾ ബലഹീനരും ക്ഷീണിച്ചും ഇരിക്കുന്നവരെ ആരെങ്കിലും നിങ്ങൾ വേദനിപ്പിക്കുകയാണെങ്കിൽ അതുപോലും ദൈവം നോക്കി വെച്ചിട്ടുണ്ട്. That is not good for us. അത് നമ്മുടെ ജീവിതത്തിന് നന്മയായി ഭവിക്കത്തില്ല. It's not good for our children. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മയായി വരത്തില്ല. Temporarily that might satisfy my ego, my position will be proved, and everything will be a gain to me. But I'm an ultimate loser if I follow the path. അതൊരു പക്ഷേ നമുക്ക് സാധാരണമായ ഒരു ടെമ്പററി ആയിട്ട് നമുക്കതൊരു സ്ഥാനമാന മോഹങ്ങൾക്ക് കിട്ടുമെങ്കിലും അത് അവസാനം അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നന്മയായി ഭവിക്കത്തില്ല. The best thing that we can do for our children is that God use them for your glory, and let my life never be a cause, a reason to bring anything in their life as a harm or disaster. എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ തലമുറകളെ നന്മയ്ക്കായി ഉപയോഗിക്കണമേ. അവരുടെ നന്മയ്ക്ക് എതിരായിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുതേ എന്ന് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. And then God will use them. അങ്ങനെയാണ് നമ്മുടെ തലമുറകളെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. You and me, we may be 1 or 2, but God will come for our rescue. 1 or 2 പേരായിരിക്കുന്ന അതിന്റെ നടുവിലും ദൈവം ഇറങ്ങി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. You are a child of God taking a stand, you will never fail. ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കാൻ തക്കവണ്ണം നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതുകൊണ്ട് ദൈവം അതിന്റെ നടുവിൽ ഇറങ്ങി വരും. The God of Jonathan, He is God of Aaron, He is God of everybody. Like that God of Elisha, He is God of us. യോനാഥന്റെ ദൈവമായി അഹരോന്റെ ദൈവവും അത് എലീശയുടെ ദൈവവും ആ ദൈവമാണ് നാമം വിളിക്കുന്ന ഈ ദൈവം. They all in places stood by themselves. അവരാൽ തന്നെ ദൈവത്താൽ തന്നെ പ്രേരിതമായി ഇറങ്ങി തിരിച്ചു. But God came for their rescue. അവർക്കിടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നു. Let us pray.